അങ്ങനെ 2018 പിന്നെ എന്തെങ്കിലും ജോലി തരാം, സിംഗപ്പൂർക്ക് പോകാന്നുണ്ടെ സിംഗപ്പൂർ ജോലി തരാൻ പോയി. ആ സിംഗപ്പൂരിലൊന്നും ജോലിയൊന്നും ശരിയായില്ല. ശരിയാവാതിരിക്കാൻ കാരണം എന്താ പറയുക, ജോലി ഇല്ലാത്തത് കൊണ്ടല്ല, അവിടുത്തെ നിയമം വിദേശികളെടുക്കുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നു. അവിടെ പിന്നെ കുറേ പൈസ ഒക്കെ നഷ്ടമായി, അവിടെ പോയി താമസിക്കാനുള്ള പൈസ ഒക്കെ. അങ്ങനെ 2019 കോവിഡും വന്നു. അങ്ങനെ എനിക്ക് ടെൻഷനാവാൻ തുടങ്ങി. കാരണം പൈസ ഒക്കെ തീർന്നിരുന്ന്, പിക്കപ്പൊക്കെ വിറ്റ പൈസ ഒക്കെ കൊണ്ടുവന്നില്ല, ഒക്കെ തീർന്ന്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ട്, വലിയൊരു വരുമാനമല്ല, പക്ഷെ അങ്ങനെ കുഴപ്പമില്ലാതൊക്കെ വരുന്നുണ്ട്. 20,000 ഇന്ത്യൻ രൂപ 20,000 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിയാവില്ല, ചിലവ് ഒത്തു പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കോവിഡ് 2020 കോവിഡൊക്കെ വന്ന് നല്ല ഇതായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ 2020 അങ്ങനെ കടന്നുപോയി. അപ്പോഴും ഞാൻ ഈ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴും വരുമാനമൊക്കെ ഉണ്ട് കേട്ടോ, യൂട്യൂബിൽ നിന്ന് വരുമാനമൊക്കെ ഉണ്ട്. വലിയൊരു വരുമാനം ഇല്ലെങ്കിലും വരുമാനം അങ്ങനെ ഉണ്ട്, പിടിച്ചു പോകാനുള്ള വരുമാനമൊക്കെ ഉണ്ട്. അങ്ങനെ 2021 പിന്നെ നല്ലൊരു വരുമാനം വേണം പറഞ്ഞിട്ട് ഞാൻ വീണ്ടും UAE വിടുകയാണ്. UAE വീണ്ടും പോവുകയാണ് വിസിറ്റ് വിസയിൽ. കോവിഡിൻ്റെ സമയമാണ്, പക്ഷേ കോവിഡ് ഏതാണ്ടൊക്കെ കഴിയാതിരിക്കണം. ഈ പിന്നെ ഇതൊക്കെ ഇറങ്ങിക്കണം, വാക്സിനേഷനൊക്കെ ഇറങ്ങിക്കണം. അങ്ങനെ അത് ആ സമയത്താണ് നിങ്ങൾ എന്നെ 6 മാസം കാണാതായി എന്നൊക്കെ പറയുന്നല്ലോ. ഞാൻ സൗദി അറേബ്യയിൽ ഏതോ ഹോസ്പിറ്റലിൽ മരിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ UAE ജോലി അന്വേഷിക്കാൻ തുടങ്ങി. ചെന്ന് 3-ാമത്തെ ദിവസം തന്നെ ജോലി ശരിയായി. പക്ഷെ ആ ജോലി ഞാൻ റിജക്റ്റ് ചെയ്തു. അവിടെയാണ് എനിക്ക് വന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറയാം. നല്ലൊരു കമ്പനിയായിരുന്നു, പ്രോപ്പർട്ടി കമ്പനിയായിരുന്നു. അന്ന് അതിൽ കയറിയാൽ നല്ല സുഖമായിരുന്നു, യാതൊരു ടെൻഷനും ഇല്ല. നമ്മുടെ ഇഷ്ടത്തിനുള്ള സമയത്തിനുള്ള ജോലി, എവിടെ വേണമെങ്കിലും റെസ്റ്റ് ചെയ്യുക, എന്തു ചെയ്യുക, യാത്രക്കും പ്രശ്നമില്ല. അവരുടെ വണ്ടി ഉണ്ട്, ഡ്രൈവിങ് ചെയ്യേണ്ട, അവർ ഡ്രൈവ് ചെയ്തോളും. അത് അത്രയും നല്ല ഓഫർ കിട്ടിയിട്ട് നോക്കുമ്പോൾ കുറേ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് അതിലൊന്നും ചേരണ്ട കേട്ടോ. ചിലപ്പോൾ അസുഖം പറഞ്ഞതായിരിക്കും, ഉള്ളൂ. കാരണം അവർക്ക് തോന്നിയില്ല നല്ല ജോലി, അത് അങ്ങനെ ഇപ്പോൾ നന്നാവണ്ട, അതിൽ കയറണ്ട കേട്ടോ, അത് ഭയങ്കര പ്രശ്നമാണ്, പിന്നെ ശമ്പളം ഉണ്ടാവില്ല, അതാണ് ഇതാണ് അങ്ങനെ കുറേ. ഇപ്പോൾ പിന്നെ കോവിഡാണ്, തീരെ കസ്റ്റമർ കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പേടിപ്പിച്ചിട്ട്. അപ്പോൾ അത് എനിക്ക് തോന്നി. അങ്ങനെ ഞാനത് ഒഴിവാക്കി. അത് ഒഴിവാക്കിയതിന് ശേഷം പിന്നെ എനിക്ക് UAE നല്ല ജോലിയും കിട്ടിയില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ നടന്ന സംഭവം എന്താ വെച്ചാൽ, അവിടെ നിൽക്കണമല്ലോ, ഈ വിസിറ്റ് വിസയിൽ അധികം കാലം നിൽക്കാൻ പറ്റൂല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, പിന്നെ ഫ്രീ വിസ എടുക്കാം, ഓൺ വിസ എന്നാണ് അതിന് പറയാം അവിടെ, ഓൺ വിസ. അങ്ങനെ ഓൺ വിസ എടുക്കാൻ ശ്രമിച്ചപ്പോൾ മലയാളികളിലാണ് നമ്മൾ കോൺടാക്ട് ചെയ്യാം, നമ്മൾക്ക് സുഹൃത്തുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരാണല്ലോ കൂടുതൽ ഇത്. അപ്പോൾ നോക്കുമ്പോൾ മലയാളികളാണ് കൂടുതൽ പാരകൾ, മറ്റുള്ളവർ സഹിക്കാം. മലയാളികളെ പോലത്തെ പാരകൾ ആ UAE വേറെ. UAE എന്ന് പറഞ്ഞാൽ തന്നെ ക്രിമിനൽ ഗാങ്ങുകളുടെ ഒരു സ്വൈര്യവിഹാരം നടത്തുന്ന സ്ഥലമാണ്. തട്ടിപ്പ്, വഞ്ചന, പറ്റികസിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രമായി മാറി. നമ്മൾ പറയും പോലീസ് സ്ട്രോങ് ആണെന്നൊക്കെ പറയും, പക്ഷേ പോലീസുകാരുടെ മൂക്കിൻ്റെ താഴത്ത് വലിയ വലിയ കമ്പനികൾ തുറന്നിരുന്നിട്ട് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ ഉണ്ടാക്കുന്ന കമ്പനികൾ ഉണ്ട് അവിടെ. അതിലൊക്കെ പോയി കുടുങ്ങി എൻ്റെ 1000 ദിർഹം നഷ്ടപ്പെട്ട് ജോലി തരാമെന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ശമ്പളമുള്ള ജോലി, അതിൽ ഇത്ര പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ടൈമും പോയി, കുറേ ടൈമും പോയി, പൈസയും പോയി. അങ്ങനെ ആകെ വഞ്ചനയുടെ ഏരിയകളാണ്. അങ്ങനെ മലയാളികളെ കോൺടാക്ട് ചെയ്ത് ഓൺ വിസ കിട്ടാൻ, അങ്ങനെ ഓൺ വിസ പറഞ്ഞ സംഗതി തന്നെ UAE അതൊന്നും എടുക്കണ്ടട്ടോ. കുറേ ആൾക്കാർ ഉപദേശം, അങ്ങനെ ഒന്നും എടുക്കണ്ടട്ടോ, അതൊക്കെ എടുത്താൽ നീ ജയിലിലാവൂട്ടോ, ജോലി എടുക്കാൻ പറ്റൂലട്ടോ എന്നൊക്കെ പറയും, ഭയങ്കര ഉപദേശം. അങ്ങനെ നോക്കുമ്പോൾ ഓൺ വിസ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ അവസാനം കിട്ടിയ അപ്പം മലയാളിയുടെ കമ്പനി കണ്ട്, പാകിസ്ഥാനികളിൽ എനിക്ക് വിശ്വാസമില്ല. അപ്പോൾ മലയാളികൾ അങ്ങനെ ഒരു മലയാളിയുടെ കമ്പനിയിൽ പോയി. മൂപ്പർ പറഞ്ഞ് ആ ഓൺ വിസ തരാം, 10,000 ദിർഹം തരണം എന്ന് പറഞ്ഞ്. 10,000 ദിർഹം തരണം എന്ന് മാത്രമല്ല, പാസ്പോർട്ട് ഇവിടെ വെക്കണം എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞ് പൈസ തന്നിട്ടാണല്ലോ വിസ എടുക്കുന്നത്, പിന്നെ പാസ്പോർട്ട് നിങ്ങൾക്ക് എന്തിനാണ് എന്ന് പറഞ്ഞ് അങ്ങനെ തർക്കമായി. അങ്ങനെ അത് ഒഴിവാക്കി. അങ്ങനെ വേറെ പരസ്യം കണ്ട് അങ്ങനെ അവിടെ ചെന്ന്, ഒരു പാകിസ്ഥാനിയാണ്, ഒരു ചെറിയ റൂം ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി. ഇയാൾ എഴുന്നേറ്റ് ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? എന്നാലും മൂപ്പരുടെ ഫേസ്ബുക്കിൽ റിവ്യൂ വായിച്ചു. ഞാൻ റിവ്യൂ വായിച്ചപ്പോൾ നല്ല റിവ്യൂ ആണ്, ഒരുപാട് വിസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പടച്ചാനെ വിളിച്ചു കൊടുത്ത് മൂപ്പര് 6,500 ദിർഹാട്ടോ പറഞ്ഞത്. 6,500 ദിർഹം. മലയാളി 10,000 പറഞ്ഞു, ഇവിടെ 6,500 ദിർഹം. 6,500 ദിർഹം
രണ്ടും കൽപ്പിച്ച് പൈസ പോയാൽ പോയി കിട്ടിയാൽ കിട്ടി പറഞ്ഞിട്ട് കൊടുത്തു. അതിൻ്റെ ഇടയിൽ മലയാളികളെ വേറെയും കോണ്ടാക്ട് ചെയ്തിട്ടാണ് അവരൊക്കെ പൈസ തട്ടാൻ നോക്കുക, പൈസ അടിച്ചു മാറ്റാൻ നോക്കുക. പിന്നെ ചിലർ അവഹേളിക്കാൻ നോക്കുകയാണ് മലയാളീസ്. ഒരാൾ പറഞ്ഞ് നീ ഇപ്പോൾ വിസ കൊടുക്കേണ്ട ജോലി ഞാൻ അപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ നമ്പർ വാങ്ങിക്കൊണ്ടുപോയി. രണ്ടാമത്തെ ദിവസം എന്നെ വിളിച്ച് പറയാണ്, അല്ല ഇന്തോനേഷ്യയിൽ നിന്ന് പെണ്ണുങ്ങൾ ഇറക്കാൻ പറ്റുമെന്ന്. ഇപ്പം ലക്ഷ്യം അതാണ്, അല്ല എനിക്ക് ജോലി ഉണ്ടാക്കി തരല്ലോ എന്നല്ല. അങ്ങനെ അത് അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി മലയാളികളാണ് ഏറ്റവും വലിയ പാരകളെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പാകിസ്ഥാനിക്ക് പൈസ കൊടുത്ത് പറഞ്ഞ പോലെ തന്നെ ഒരാഴ്ച കൊണ്ട് വിസ, റിലീസ് ലെറ്റർ, എല്ലാ കാർഡും, എല്ലാ ബത്താക്കി ഗത്താക്കി എന്തൊക്കെ പറയില്ല എല്ലാതും റെഡി മണിയൊക്കെ കയ്യിൽ തന്നു. പാസ്പോർട്ടും തന്നു. ഇത് പറഞ്ഞു പിന്നെ ജോലി ചെയ്യേ എന്താ വെച്ചാൽ നീ ചെയ്തു പറഞ്ഞിട്ട് ഒരു പറഞ്ഞു. അല്ല ഒരു കുഴപ്പമില്ല, ഒരു ശല്യമില്ല, ഒരു കിരികിരിയും ഇല്ല. അങ്ങനെ അതൊക്കെ കിട്ടി നോക്കുമ്പോൾ ഒരു ജോലി കിട്ടണമല്ലോ. അങ്ങനെ ഒരു ആമസോൺ ഡെലിവറി കമ്പനിയിൽ കയറി. വീണ്ടും ആ ഫെഡെക്സ് മോഡൽ, ആ തിക്കും തിരക്കും പിടിച്ച ജീവിതം. നോക്കുമ്പോൾ അതിൽ 2 മാസം കഴിഞ്ഞാൽ ശമ്പളം തരിക. കാറ് ഞാൻ സ്വന്തമായി കൊണ്ടുപോകണം, അപ്പോൾ വാടകയ്ക്ക് എടുത്ത് പെട്രോൾ ഞാൻ തന്നെ അടിക്കണം. പിന്നെ ഭക്ഷണമില്ല, ചികിത്സ ഇല്ല, ഒന്നുമില്ല, താമസമില്ല, ഒന്നുമില്ല. അവർ കുറേ പാക്കേജ് തരും, ഡെലിവറി ചെയ്യുക അല്ലെങ്കിൽ പിക്കപ്പ് ചെയ്യുക. സംഗതി കേൾക്കുമ്പോൾ മോശം തോന്നും, പക്ഷെ മോശം എന്നല്ല. പക്ഷെ എന്താണ്, ഞാൻ കയറിയ കമ്പനി മോശമാണ്. അവിടെ ഇതൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഓൺ വിസയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ നല്ല ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. 7,000 ദിർഹം, 8,000 ദിർഹം, എല്ലാ ചിലവ് കഴിഞ്ഞാലും 5,000 ദിർഹം കയ്യിൽ വരും. പക്ഷെ ഞാൻ കയറിയ കമ്പനി മോശമായിരുന്നു. അവർ പിക്കപ്പ് തരിക, ഡെലിവറി തരില്ല. അത് തന്നെ പിന്നെ ഏതോ ഒരു സ്ഥലത്തെ ദുബായിലെ അൽഖൂസോ അങ്ങനെ എന്തോ സ്ഥലത്താണ് കമ്പനി. അപ്പോൾ ഞാൻ ബർദുബായിലെ താമസം. ബർദുബായിൽ നിന്ന് വണ്ടി ഓടിച്ച് അവിടെ എത്തണം. അവിടെ നിന്ന് പിന്നെ എൻ്റെ ഏരിയ കിടക്കുന്നത് ഏതോ കടൽ തീരത്ത്, ബ്ലൂ വാട്ടർ എന്താ ഒരു പുതിയൊരു ഏരിയ ഉണ്ട് അവിടെ. അപ്പോൾ വെറും ഓടിക്കൽ തന്നെ 60 കിലോമീറ്ററാണ്. വെറും വണ്ടി ഓടിക്കൽ. പിന്നെ അവിടെ എത്തിയിട്ട് വേണമെങ്കിൽ ഡെലിവറി ചെയ്യാൻ, പിക്കപ്പ് ചെയ്യാൻ. അങ്ങനെ നോക്കുമ്പോൾ 1 മാസം ചെയ്ത് 2-ാമത്തെ മാസത്തിൽ ശമ്പളം തരുള്ളൂ. 1 മാസം ചെയ്തപ്പോൾ തന്നെ പെട്രോൾ അടിച്ചിട്ട് എൻ്റെ പൈസ മുഴുവൻ പോയി. പിന്നെ ഫൈനും, റോഡ് ഫൈന്, ട്രാഫിക് ഫൈന്, അത് 400 ദിർഹം അങ്ങനെ വന്ന് നോക്കുമ്പോൾ വെള്ളം പോലെ പൈസ ഇറങ്ങുകയാണ്. പൈസ ഒക്കെ കഴിഞ്ഞ് തീരാറായി. ദുബായിൽ ജീവിക്കുക പറഞ്ഞാൽ ചില്ലറ ഇതല്ലല്ലോ. വരുമാനം ഇല്ലാതെ അങ്ങനെ ജീവിക്കാനുള്ളൂ. 3 മാസം 6 മാസത്തോളം അവിടെ ജീവിച്ച്. അങ്ങനെ ഞാൻ എൻ്റെ വൈഫിനോട് വിളിച്ച് പറഞ്ഞു, ഇവിടെ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. വൈഫ് പറഞ്ഞ് തിരിച്ചു പോരെന്ന് പറഞ്ഞ്. അങ്ങനെ തിരിച്ചു വന്ന് അപ്പോൾ പൈസ ഇല്ല. തിരിച്ചു വന്നതിൻ്റെ ശേഷത്തെ കാര്യം അത് അടുത്ത എപ്പിസോഡിൽ പറയാം.